സമഗ്ര പ്ലസ് പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ക്ലാസ് അക്കാദമിക് മോണിറ്ററിംഗ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ നിന്നും സമഗ്ര പ്ലസ് പോർട്ടൽ ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന ഈ ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്നും ലോഗിൻ ക്ലിക്ക് ചെയ്യാം. അവിടെ സമ്പൂർണ്ണയുടെ യൂസർ നെയിമും പാസ്വേഡും നൽകുക. ക്യാപ്ച കോഡ് കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകുക. ശേഷം സമ്പൂർണ്ണ ലോഗിൻ എന്നത് എനേബിൾ ചെയ്യാൻ മറന്നുപോകരുത്. അത്രയും ചെയ്ത ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ളൊരു വിൻഡോ ആണ് അവിടെ വരിക. TM ട്രാക്കിംഗ്, സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ്, ക്ലാസ്സസ് ആൻഡ് ഡിവിഷൻസ് തുടങ്ങിയ ഒരുപാട് മെനു ഐറ്റംസ് അവിടെ കാണാം. മോണിറ്റർ ചെയ്യാനായി ആവശ്യമുള്ളത് ഏറ്റവും മുകളിലുള്ള TM ട്രാക്കിംഗ് എന്ന മെനുവാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് ഏത് ക്ലാസ്സാണോ മോണിറ്റർ ചെയ്യേണ്ടത് ആ ടീച്ചറുടെ വിവരങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. നെയിം ഓഫ് ദ ടീച്ചർ, മീഡിയം, ക്ലാസ്, ഡിവിഷൻ, സബ്ജക്റ്റ്, ചാപ്റ്റർ. ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ചാപ്റ്ററാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ചാപ്റ്ററിൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ TMകളും അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇനി നിങ്ങൾ മോണിറ്റർ ചെയ്യേണ്ടുന്ന ക്ലാസ് ഏതാണോ ആ ഒരു TMൽ ഏറ്റവും താഴെയായി വ്യൂ TM എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു TM അവിടെ കൃത്യമായിട്ട് കാണാവുന്നതാണ്. അതിനുശേഷം അതിൽ നിന്നും പുറകോട്ട് പോകുന്നതിനായി മുകളിലുള്ള ക്ലോസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി മോണിറ്റർ ചെയ്യാനായി ഈ ഒരു TM നൽകിയിട്ടുള്ള ഈ ഭാഗത്ത് ഇവിടെ ഒബ്സർവ് എന്ന് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ പ്രാഥമിക വിവരങ്ങളാണ് ആദ്യം അവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. അവിടെ മോണിറ്ററിംഗ് തീയതിയും വിദ്യാർത്ഥികളുടെ എണ്ണവും നമുക്ക് ടൈപ്പ് ചെയ്ത് നൽകാം. ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇതാണ് മോണിറ്ററിങ്ങിൻ്റെ ഫോമാറ്റ്. ആസൂത്രണം എന്ന ഒരു ഭാഗത്തിന് താഴെയായി ഒരുപാട് സൂചകങ്ങളുണ്ട്. അതിനെല്ലാം കൃത്യമായി ഗ്രേഡുകൾ നൽകാം. അതിന് താഴെയായി ഇനി എന്തെങ്കിലും പ്രത്യേകം കമൻസുകൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകാം. ടൈപ്പ് ചെയ്ത ശേഷം സേവ് കമൻസ് എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. തുടർന്ന് പ്രക്രിയ, അതിലും ഒരുപാട് സൂചകങ്ങളുണ്ട്. അതിനും താഴെയായി കമൻറ്റുകൾ നൽകാനുള്ള ഓപ്ഷനുണ്ട്. തുടർന്ന് ആശയ രൂപീകരണം, അതും സൂചകങ്ങൾ നൽകാം. തുടർന്ന് കമൻറ്റുകൾ നൽകാം. പിന്നീട് പഠന വിടവുകൾ ഉണ്ടാകാൻ ഇടയാക്കിയതിൻ്റെ കാരണങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകാം. സേവ് ചെയ്യാം. റിപ്പോർട്ടിംഗ്, മികവുകൾ, മെച്ചപ്പെടേണ്ട മേഖലകൾ, ഇടപെടലുകൾ, മേലുദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവ. ഇത്രയും ടാബുകളിലായി നമുക്ക് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകാം. എന്തെല്ലാം ടൈപ്പ് ചെയ്യുന്നുവോ അതിൻ്റെ താഴെ കാണുന്ന സേവ് കമൻസ് എന്നത് ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. ശേഷം ക്ലോസ് ചെയ്യാം. ഇത്രയുമായാൽ നമ്മുടെ മോണിറ്ററിംഗ് അവസാനിച്ചു. ഇനി മോണിറ്റർ ചെയ്തത് കാണണമെന്നുണ്ടെങ്കിൽ, പ്രിൻ്റ് ഔട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ടാബിൽ തന്നെ ഏറ്റവും മുകളിലായി ക്ലാസ് ഒബ്സർവേഷൻസ് എന്നൊരു മെനു കാണാം. ഇനി ഇത് ആദ്യം മുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന TM ട്രാക്കിംഗ് എന്ന മെനു തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ നിന്നും ക്ലാസ് ഒബ്സർവേഷൻസ് എന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഇതുവരെ ഒബ്സർവ് ചെയ്ത എല്ലാ ക്ലാസ്സുകളും അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അവിടെ നിന്നും നമുക്ക് ഏതാണോ റിപ്പോർട്ട് എടുക്കേണ്ടത് ആ ഒരു റിപ്പോർട്ട് സെലക്ട് ചെയ്യുക. എഡിറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. വ്യൂ റിപ്പോർട്ട് എന്ന് കൊടുത്താൽ ആ ഒരു റിപ്പോർട്ട് അവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയും. തുടർന്ന് അത് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ പ്രിൻ്റ് റിപ്പോർട്ട് എന്നുള്ള ഈ ഒരു ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ക്ലാസ് മോണിറ്റർ ചെയ്യുകയും അതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിൻ്റെയും രീതികൾ. എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.